സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ, നിന്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. മോളെ, ഈ ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ നിന്റെ ഹൃദയം വിങ്ങുന്നില്ലേ? നിന്റെ മനസ്സ് പിടയുന്നില്ലേ? പുറമേ കരയുന്നില്ലെങ്കിലും ഉള്ളുകൊണ്ട് നീ ഒത്തിരി കരയുന്നില്ലേ? ഒത്തിരി വേദനിക്കുന്നില്ലേ? പുറമേ എല്ലാം സുന്ദരമെന്ന് തോന്നുന്ന രീതിയിൽ നീ അഭിനയിക്കുമ്പോഴും ചിരിച്ചൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ആത്മീയമായി ഒത്തിരി വളർന്നുവെന്ന് നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വെമ്പൽ കൊള്ളുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ എത്രമാത്രം ശോഷിച്ചവരാണെന്ന്. സ്നേഹത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധത്തിലൊക്കെ എത്രമാത്രം ശോഷിച്ചാണ് നമ്മുടെ ജീവിതം പോകുന്നതെന്ന്. നിന്റെ സ്വകാര്യ ദുഃഖമാണ് നിന്റെ കണ്ണുനീരെന്ന് പറയുന്നത്. കരുതാൻ ആരുമില്ലാത്തപ്പോഴും, സ്നേഹിക്കാൻ ആരുമില്ലാത്തപ്പോഴും, മനസ്സിലാക്കാൻ ആരുമില്ലാത്തപ്പോഴും, ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്തപ്പോഴും നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ ഒറ്റപ്പെടലിന്റെ, നിന്റെ ഏകാന്തതയുടെ നടുവിൽ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോ അത് കുപ്പിയിൽ ശേഖരിക്കാൻ കൂടെ നിൽക്കുന്നൊരു ദൈവം ഈ അൾത്താരയിലുണ്ട്. നിന്റെ രോഗങ്ങളുടെ നടുവിൽ, നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവിലൊക്കെ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ടേ, കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏത് വിഷയമാണോ നിന്നെ അലട്ടുന്നത് ആ വിഷയത്തിന്റെ നടുവിൽ ഭയം സങ്കീർത്തകനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോ സങ്കീർത്തകൻ കർത്താവിങ്കിലേക്ക് ഓടി കർത്താവിങ്കിൽ തൻ്റെ ജീവിതം, തൻ്റെ ഭയപ്പാടുകൾ സമർപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു, മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? മർത്യനെന്ന് പറഞ്ഞാൽ ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിന് നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റുമായിരിക്കും, അതിനപ്പുറം ചെയ്യാൻ പറ്റും? പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെ നടുവിൽ ജീവിച്ച എത്രയോ പേര് വിശുദ്ധരായിരിക്കുന്നു. എത്രയോ പേര് ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരായിരിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ വില കുറയുമ്പോ പക്ഷേ അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ വില വർദ്ധിക്കുകയായിരിക്കും. ലോകം നിന്നെ വേണ്ടെന്ന് പറയുമ്പോ ദൈവം നിന്നെ വേണമെന്നാ പറയുന്നത്. ആ കർത്താവ് ഈ അൾത്താരയിൽ, ആ കർത്താവിനെ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ചങ്കിലെ ചോര നൽകിയല്ലേ നിന്നെ സ്നേഹിച്ചേ, നെഞ്ചു വിളർക്കപ്പെടാൻ അനുവദിച്ചിട്ടല്ലേ നിനക്ക് രക്ഷ നേടിത്തന്നേ. ആ ദൈവത്തിന് എങ്ങനെ നമ്മൾ മറക്കാൻ പറ്റും, സ്നേഹിക്കാതിരിക്കാൻ പറ്റും? കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്, കർത്താവേ, ഈ നിമിഷങ്ങളിൽ മനസ്സിനേറ്റ മുറിവുകളുമായി കടന്നു പോകുന്ന മക്കൾ, ദുഃഖത്തിലും ഭയത്തിലും വേദനകളിലും സങ്കടങ്ങളിലും ഇന്നലകളുടെ തിരസ്കരണത്തിന്റെ ഓർമ്മകളൊക്കെ പേറി കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട്. എല്ലാം ഇപ്പോൾ ഈശോയെ നീ സൗഖ്യം നൽകണമേ, ഇപ്പോൾ തന്നെ സൗഖ്യം നൽകണമേ. നിന്റെ സ്നേഹത്താലുള്ള സൗഖ്യം, നിന്റെ പരിശുദ്ധ രക്തത്താലുള്ള സൗഖ്യം ഇപ്പോൾ ഈ മക്കൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിത
എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. കർത്താവേ, എല്ലാറ്റിനുപരിയായി നിന്നെ സ്നേഹിക്കുക, എല്ലാറ്റിനുപരിയായി നീ എന്നെ സ്നേഹിച്ചല്ലോ, അതുപോലെ എല്ലാറ്റിനുപരിയായി നിന്നെ സ്നേഹിക്കുക ദൈവമേ നീ ഇടവരുത്തണം. സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആ സ്നേഹത്തിൽ നീ എന്നെ നിറയ്ക്കുമ്പോ എൻ്റെ അന്ധകാരങ്ങള്, ഭയത്തിന്റെ അന്ധകാരങ്ങള്, ആത്മഹത്യാ പ്രവണതകള്, നിരാശകളെല്ലാം ഇല്ലാതാകുമല്ലോ. ഓ ദൈവമേ, നിന്റെ സ്നേഹത്താൽ നീ നിറയ്ക്കണമേ. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, പകയുടെ, പ്രതികാരത്തിന്റെ എല്ലാ മനോഭാവങ്ങളിൽ നിന്നും നിന്റെ സ്നേഹത്താൽ നീ എന്നെ വിശുദ്ധീകരിക്കണമേ. എന്റെ സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മയിൽ. സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. കർത്താവേ, എന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമേ, എന്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന കർത്താവേ, അതുപോലെ ആരും എന്നെ കരുതാനില്ലാത്തപ്പോഴും, ആരും എന്നെ സ്നേഹിക്കാനില്ലാത്തപ്പോഴും, ആരും എന്നെ മനസ്സിലാക്കാനില്ലാത്തപ്പോഴും എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവമേ, നിന്റെ ആ സ്നേഹത്തിന് നന്ദി പറയുന്നു, നിന്റെ കരുതലിന് നന്ദി പറയുന്നു, നിന്റെ കാരുണ്യത്തിന് ദൈവമേ നന്ദി. ഈശോയെ, അളവില്ലാതെ നിന്നെ സ്നേഹിക്കാൻ അവതരണമേ. വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയൊരേറ്റം ചെയ്യുന്നതിനു മുമ്പേ നഷ്ടമാക്കിടമകിലവും ഞാൻ. വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയൊരേറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലവും ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. എല്ലാ സ്നേഹത്തിനും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും നീതാ ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, അങ്ങേക്ക് ആരാധന. യേശുവേ, യേശുവേ, ആരാധന. ആരാധന. യേശുവേ, ആരാധന. ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു.
ദൈവം നടത്തിയ വഴികൾക്കെല്ലാം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിച്ച് കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഹൃദയം കർത്താവിന് കൊടുത്ത് വേദനകളെ ഈശോയ്ക്ക് കൊടുത്ത് ഏതാനും നിമിഷം കൂടി ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ആരാധന യേശുവേ.